നമസ്കാരം. കിടിലൻ ടാസ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഏതാണ് നമ്മുടെ പാവ ടാസ്ക്, അതേ ടാസ്ക് തന്നെ ഇവിടെ പാവയ്ക്ക് പകരം മൊബൈല് എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായല്ലോ? എങ്ങനെ ടാസ്ക് ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായല്ലോ. ഇവിടെ ടാസ്കിനെ കുറിച്ചൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബാക്കിൽ നിന്ന് കുത്തും. നമ്മുടെ വാഴയിൽ നമ്മൾ ഇന്നലെ തൊട്ട് നമ്മൾ പേരിട്ട അർജുൻ ഇവിടെ കൂട്ടത്തിൽ നിന്ന് കുത്തുന്നുണ്ട്. ആർക്ക് വേണ്ടി? നോറയ്ക്ക് വേണ്ടി. ഈ നോറയും അർജുനുമായിട്ട് ചെറിയ കണക്ഷൻ വന്നു തുടങ്ങിയോ? ഇന്നലെ നോറ അർജുനെ റൂമിൽ വിളിച്ച് കയറ്റിക്കൊണ്ട് കുറച്ച് കാര്യങ്ങളും കുശലാന്വേഷണങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിൽ അർജുൻ മയങ്ങിപ്പോയോ എന്നുള്ളതാണ്. അതായത് ഇവിടെ നോറയും, അതായത് അർജുൻ, ഈ പറഞ്ഞ റസ്ബിൻ, ഈ പറഞ്ഞ നമ്മുടെ ജിൻഡോ, ഇവര് മൂന്നിനും പവർ ടീമിലുള്ളവരാണ്. അപ്പോ റസ്ബിനും ഈ പറയുന്ന അർജുനും കൂടി പ്ലാൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, നോറയുടെ ടീം, അതായത് നെക്സ്റ്റ് ടീമിനെ പവർ ടീമിലേക്ക് അല്ലെങ്കിൽ ജയത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്ലാനുകൾ ഇവിടെ ചെയ്യുന്നു. ആരെ ഒറ്റപ്പെടുത്തുന്നു? ജിൻഡോയെ ഒറ്റപ്പെടുത്തുന്നു. ജിൻഡോ ഒരിക്കലും പവർ ടീമിലേക്ക് ഇനി വരരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നു. പവർ ടീമിലേക്കോ ഈവൻ ആരെടുത്ത് ക്യാപ്റ്റൻസിയിലേക്കോ ഈ പറയുന്ന ജിൻഡോ വരരുത് എന്ന് പിന്നെ ആരാണ് നമ്മുടെ ഈ റസ്ബിനും ഈ പറയുന്ന അർജുനും പിന്നീട് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ആഗ്രഹിക്കുന്നു. ശരി, ഓക്കെ, അവർക്ക് അവരുമായിട്ടുള്ള ഒരു കലിപ്പ് കാണുന്നു. ഉടനീളം അവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസമായതുകൊണ്ട് അവർക്ക് ജിൻഡോയുടെ അടുത്ത് ജിൻഡോ വരണ്ട എന്നൊരു ആഗ്രഹം വെക്കാം. പക്ഷേ അവിടെ അർജുൻ എന്താ ചെയ്യുന്നത്? അർജുന്റെ കൂട്ടുകാരുണ്ട്. ആരൊക്കെയാണ്? ഈ പറയുന്ന അൻസിബ, ഈ പറയുന്ന ആരാണ് നമ്മുടെ മുടിയനൊക്കെ ചേർന്ന ഈ പറയുന്ന അർജുനന്റെ കൂട്ടുകാരുണ്ട്, അല്ലെങ്കിൽ അവന്റെ ടണലോ ഡെന്നോ, ആ ടീമിലുള്ള അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാമല്ലോ. ഇവിടെ അർജുൻ ചെയ്യുന്നത് എന്താണ്? ഇവിടെ അർജുൻ നോറയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു. നോറയുടെ ഈ മൊബൈൽ, പിന്നെ പടമുള്ള മൊബൈൽ എടുത്തുകൊണ്ട് നേരെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു, നോറയുടെ ചാർജിന് വേണ്ടി വെക്കുന്നു. അതുപോലെ തന്നെ ആരടുത്ത് പറയുന്നുണ്ട്? ഈ പറയുന്ന റസ്ബിന്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് നോറയെ ജയിപ്പിക്കാനാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. അതിൽ റസ്ബിൻ എന്ത് ചെയ്തു? ഈ പറയുന്ന നല്ല രീതിയിൽ പിന്തുണ കൊടുക്കുന്നു. കാരണം റസ്ബിനും നോറയും ഭയങ്കര അറ്റ കൂട്ടുകെട്ടാണല്ലോ. അപ്പം എല്ലാവരും നോറ ആയിക്കോട്ടെ, ഈ പറയുന്ന പിന്നെ റസ്ബിൻ ആയിക്കോട്ടെ, അർജുൻ ആയിക്കോട്ടെ, നോറയെ രക്ഷപ്പെടുത്തിയെടുക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. തന്റെ കൂടെ നിൽക്കുന്ന, തന്റെ പവർ ടീമിനെ വഞ്ചിക്കുക മാത്രമല്ല, തന്റെ കൂട്ടുകാരെ കൂടി വഞ്ചിച്ചുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ട് അവിടെ നോറയെ എന്ത് ചെയ്യുന്നു, പവർ ടീമിലെ, അല്ലെങ്കിൽ നോറയാണ് ഉദ്ദേശം, നോറയുടെ ടീമിനെയല്ല, നോറയെ പവർ ടീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പവർ ടീമിലുള്ള 2 അംഗങ്ങൾ ശ്രമിക്കുന്നു ആത്മാർത്ഥമായി. അവിടെ ബലിയാടാവുന്ന, അല്ലെങ്കിൽ പിന്നിൽ നിന്ന് വീണു പോകുന്നത് ആരാണ്? പിന്നെ ജിൻഡോ. പക്ഷെ ജിൻഡോ അവിടെ മറ്റൊരു കളി കളിക്കുന്നുണ്ട്. ജിൻഡോ ഈ കേസ് എല്ലാം ആരടുത്ത് പറഞ്ഞു കൊടുക്കുന്നു? ഈ പറയുന്ന മുടിയനോട് പറഞ്ഞു കൊടുക്കുന്നു. അർജുൻ ഇങ്ങനെയാണ് കളിക്കുന്നത്, നീ മൈൻഡിൽ വെച്ചു. അപ്പോൾ ഈ പറയുന്ന മുടിയന് ചെറിയൊരു സംശയം അർജുനിലേക്ക് വരുന്നു. മുടിയൻ നേരെ വന്നു അൻസിബ എടുത്ത കാര്യം പറയുന്നു. അൻസിബ അവിടെ ആരെ സപ്പോർട്ട് ചെയ്യുന്നു? ഈ പറയുന്ന അർജുനെ സപ്പോർട്ട് ചെയ്തു. അവന്റെ ഗെയിം അല്ലേ എന്നുള്ള രീതിയിൽ മുടിയനോട് സംസാരിക്കുന്നു. ലാസ്റ്റ് ഞാൻ കണ്ടപ്പോൾ ജിൻഡോ വന്ന് ഇവരുമായിട്ട് ഒരു ഗെയിം പ്ലാൻ നടത്തുന്നുണ്ട്. ഇതാണ് അവിടെ നടക്കുന്നത്. എന്റെ സംശയം, ഇന്നലെ ഈ പറയുന്ന അർജുനും ഈ പറയുന്ന നോറയുമായിട്ട് എന്തെങ്കിലും ഈ ഒരു ലൈൻ കമ്പി എല്ലാം വലിക്കുന്നോ എന്നൊരു ചെറിയ സംശയമുണ്ട്. ഇന്നലത്തെ ലൈവിൽ നമ്മൾ കുറച്ച് കാണാനിടയായത്, ഈ പറയുന്ന നോറ അർജുനെ വിളിച്ചുകൊണ്ട് തന്റെ റൂമിൽ കൊണ്ടുവന്ന് കുശലാന്വേഷണങ്ങൾ തിരക്കുകയും തന്റെ ഫാമിലിയെ പറ്റി ചോദിക്കുകയും ഇവന്റെ ഫാമിലിയെ പറ്റി ചോദിക്കുകയും, നിനക്ക് ഇവിടെ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ആര് ചോദിക്കുന്നു? നോറ ഈ പറയുന്ന അർജുനോട് ചോദിക്കുന്നു. ആ ചോദ്യത്തിൽ തന്നെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ അർജുൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് പറയുന്നുണ്ട്, എന്തോ എസിൽ തുടങ്ങുന്നത് എയിൽ അവസാനിപ്പിക്കുന്നു, അങ്ങനെ എന്തോ പവർ ടീമിലുള്ളതും പവർ ടീമിൽ ഇല്ലാത്തതുമായിട്ടുള്ള പേര് പറയുന്നു. അവിടെ അങ്ങനെ അവസാനം പിന്നെ നോറ ഇങ്ങനെ ആലോചിക്കുന്നു, ശ്രീതു പോകണോ, അല്ല ശ്രീതു പവർ ടീമില്ല, അങ്ങനെയൊക്കെ അവസാനം അവിടെ സാമന്തയുടെ എന്തോ ഫോട്ടോ ഇരിപ്പുണ്ട്, ആ ഫോട്ടോനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു ചെറിയ പഞ്ചാര കലർന്ന ഒരു കോൺവെർസേഷൻ ഇന്നലെ അവിടെ നടന്നിട്ടുണ്ട്. ആര്? നോറയുമായിട്ട്. ആ ഒരു ചെറിയ പഞ്ചാര കലർന്ന കോൺവെർസേഷനിൽ ആര് മയങ്ങിപ്പോയി? ഈ പറയുന്ന വാഴ അർജുൻ മയങ്ങിപ്പോയോ എന്നൊരു ചെറിയ സംശയം എനിക്ക് ഇല്ലാതില്ല. അവരെല്ലാം കൂടി നോറയെ പവർ ടീമിലേക്ക് കയറ്റാനാണ് ശ്രമം. 3ാമത്തെ റൗണ്ട് ഞാൻ കണ്ടില്ല. എല്ലാം കൂടി നോക്കുമ്പോൾ ഈ പറയുന്ന നെക്സ്റ്റ് ടീമിന് 4 പേരുണ്ട്, അല്ലാതെ 2 പേര് പുറത്തുനിന്ന് സപ്പോർട്ട്. ആരും നോറ, ഈ പറയുന്ന റസ്ബിനും ഈ പറയുന്ന അർജുനും സപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ ജയിക്കുന്നത് ആരായിരിക്കാനാണ് ചാൻസ് കൂടുതൽ? ഏറ്റവും കൂടുതൽ ചാൻസ് നെക്സ്റ്റ് ടീം ആയിരിക്കും എന്നുള്ളതാണ്. നമുക്ക് പൂർണ്ണമായി കണ്ടതിന് ശേഷം വീണ്ടും വരാം. ജയ് ഹിന്ദ്.